ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ ടീ ബ്രേക്ക് ടൈമാണ്. ഞങ്ങൾ എന്നും ചായ കുടിക്കാൻ ഇതുപോലെ പോവും. അപ്പോൾ ഇന്ന് പോകുമ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സെൽഫി ടീയിൽ, ലുലു മാളിൽ സെൽഫി ടീയിൽ കോഫി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് സ്റ്റാഫ് ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാത്തവർക്ക് സ്റ്റാഫ് ഡിസ്കൗണ്ടൊന്നും ഇല്ലായിരിക്കും, അറിയാമല്ലോ. ആണ് സെൽഫി ടീ. അങ്ങനെ ഞങ്ങൾക്ക് ചായ കിട്ടിയതുമായിട്ട് നമ്മളത് വന്നൊരു ഒഴിഞ്ഞ ചെയർ നോക്കി അവിടെ ഇരുന്നു. 2 ചായയുണ്ട്, സമൂസയുണ്ട്, പിന്നെന്താ പറയുക, ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, കട്ട്ലേറ്റ്. പിന്നെ ചായക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. ഷുഗറൊക്കെ ആഡ് ചെയ്ത് കലക്കി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ മധുരം കിട്ടും. നമ്മൾ ഭയങ്കര പഞ്ചാര കൊതിച്ചുകളായതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ഷുഗർ വാങ്ങിച്ച് അതിനകത്തിട്ട് കലക്കുക. ചായ പറയുന്നുണ്ടായിരിക്കും ഇപ്പം മതിയടീ കലക്കിയതെന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ കലക്കി ഓ എൻ്റെ പൊന്നെ, മതി കലക്കിയത്. ഇവിടെ മൊത്തം ഇന്ന് കലക്കി കളയുമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഇത്തിരിയായി. ഇന്ന് വൈകിട്ട് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഞാനും ഹസ്ബൻഡും ഫ്രണ്ട്സും ഒക്കെ. അപ്പോഴാണ് ഞങ്ങൾ ക്രോസ് വേൾഡ് കണ്ടു കേട്ടോ. ക്രോസ് വേൾഡിൽ മിക്കവാറും ഞങ്ങൾ ചായ കുടിക്കാൻ വരുമ്പോൾ ഇതിനകത്ത് കയറി വന്ന് കറങ്ങിയിട്ടാണ് പോകുന്നത്. ഇന്നപ്പം മോള് പറഞ്ഞു അവൾക്ക് ഒരു യൂണിക്കോണിൻ്റെ ബുക്ക് വേണം, അതുണ്ടോയെന്ന് നോക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ എന്തായാലും നോക്കിക്കളയാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. അവളിതാ ഓടിച്ചെന്നാൽ അത് കണ്ടുപിടിച്ചു കേട്ടോ, യൂണിക്കോണിൻ്റെ ബുക്ക്. കൊള്ളാം സംഭവം, നല്ല രസമുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അവൾക്കിത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ അത് കണ്ട് പിന്നെ അവിടെ കുറേ ഐറ്റംസ് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല മണമാണ് ഈ ബുക്കിനും ഡയറിക്കും ഒക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് വിരകാൻ നല്ല രസമാണ്. ഞങ്ങൾ മിക്കവാറും ഇതിനകത്ത് കയറി ഇങ്ങനെ കറങ്ങും. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് കാണുമ്പോൾ എല്ലാം അങ്ങനെ അള്ളിയെടുക്കാൻ നോക്കും. നമുക്ക് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള കുറേ പെയിന്, പെൻസിൽ, റബ്ബറിൻ്റെയൊക്കെ ഭംഗിയാണ്. റബ്ബറിൻ്റെയൊക്കെ മണമൊക്കെ നല്ല രസമാണ്. പിന്നെ വേറെ എന്തോന്ന് തപ്പി വേറെ ഇല്ല, ഒരൊറ്റ മോഡൽ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അതേ കുറേ പെൻസിലൊക്കെയാണ് കേട്ടോ, ലവ് ഈസ് മാജിക്, യൂണിക്കോണിൻ്റെ പോലത്തേത്. അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ കണ്ടു, പാണ്ഡെ കണ്ടു. വാവ്, നൈസല്ലേ. ഇതൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോയാലോ. ഒരു ദിവസം ഇവിടുന്ന് ഓരോ സാധനം ഇവിടുത്തെ സ്റ്റാഫിന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയും ഇതുവഴി പോകുമ്പോൾ. കാരണം അത്രയ്ക്ക് നല്ല ക്യൂട്ട് ഐറ്റംസാണ് കണ്ടുപിടിക്കുന്നത്. പിഗ്, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇവിടുന്ന് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ. പിന്നെ കുറേ ബുക്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ബുക്ക് വാങ്ങിച്ചു. അങ്ങനെ ഞാനങ്ങനെ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പേ ചെയ്തിട്ട് ഇപ്പം തന്നെ ടൈം പോയിട്ടുണ്ട്, നല്ല ടൈം പോയി. അങ്ങനെ ഇന്നത്തെ ടീ ബ്രേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിനി ഇവിടുന്ന് നേരെ സ്റ്റോറിൽ പോവും. അതിന് ശേഷം ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ അടച്ചു. ഇപ്പോൾ സ്റ്റോറൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. മൂവിക്ക് പോകണ കാര്യം സത്യം പറഞ്ഞാൽ മറന്നേ പോയി. 11 മണിക്കാണ് മൂവി. അവിടെ ഇരുന്ന് സംസാരിച്ചിരുന്ന് മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവനെയും കൂട്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് 10:30 കഴിഞ്ഞു. ലിഫ്റ്റ് നോക്കി നിന്നിട്ട് ഇതാ ലിഫ്റ്റ് ഇവിടെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ആളേ ഇല്ലാതെ ലിഫ്റ്റ് മുകളിൽ കയറിപ്പോയി. ചമ്മി നേരെ നിൽക്കുക 3 കൂടെ. എൻ്റെ ദൈവം, ഇത് ചുമ്മാ മുകളിൽ കയറി പോകും. താഴെ ഒരു അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ലിഫ്റ്റ് നമ്മൾ നോക്കി നിൽക്കും, നമ്മളെ കാണുമ്പോൾ അത് മുകളിൽ കയറി പോവും. എൻ്റെ പൊന്നെ, എന്തൊക്കെയാണല്ലേ. അങ്ങനെ എന്തായാലും ഒരു ലിഫ്റ്റ് കിട്ടി. താഴെ നമ്മളിപ്പോൾ എത്തും. താഴെ എത്തിയിട്ട് ഇവിടെ ഏതാണ്ട് ബൈക്ക് പാർക്കിംഗ് ആണ്, സ്റ്റാഫ് പാർക്കിംഗ് ആണ് ഇത് ലുലു മാളിലെ. ഞാനത് വഴി ഇങ്ങനെ നടന്ന് വരികയാണ്. ഇപ്പോൾ എല്ലാം വണ്ടി എടുത്തുകൊണ്ട് വരും. വണ്ടി എടുത്ത് ഞങ്ങളിതാ പോവാണ് ഗൈസ്. തിയേറ്ററിലെത്തി. എമ്പുരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും ശ്രദ്ധിക്കും വരെ വണക്കം ഗൈസ്. ടാറ്റ, ബൈ.